ഹായ്, ഞാൻ Sumanlal. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഥവാ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് മാനുഫാക്ചറിങ് ടെക്നോളജി. അപ്പോൾ മാനുഫാക്ചറിങ് ടെക്നോളജിക്കകത്ത് ഒരുപാട് നമ്പർ ഓഫ് പ്രോസസ്സുകളുണ്ട് മാനുഫാക്ചറിങ് ടെക്നോളജിയിൽ. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ നമുക്കൊന്ന് ബ്രോഡായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഇതിൽ ക്ലാസിഫിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെല്ലാം ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മേജറായിട്ട് നമുക്കൊരു 4 പ്രോസസ്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തേതാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ്, ഫോമിംഗ് പ്രോസസ്സ്, ജോയിനിങ് പ്രോസസ്സ്, മെഷീനിങ് പ്രോസസ്സ്, അങ്ങനെ 4 പ്രോസസ്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രോഡക്റ്റിൻ്റെ വലിയൊരു പാർട്ട്, വലിയൊരു ഷേപ്പ് തന്നെ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾക്ക് കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്ന പ്രോസസ്സ്. കാസ്റ്റിങ്ങിൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ മോൾട്ടൺ മെറ്റൽസ് നമുക്ക് വേണ്ട ഷേപ്പിലുള്ള ക്യാവിറ്റീസിലേക്ക് പോർ ചെയ്യും. എന്നിട്ട് അതിനെ സോൾഡിഫൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യും. സോ എന്ത് സംഭവിക്കും, നമ്മൾ ആ ഏത് ക്യാവിറ്റിയിലാണോ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഫില്ല് ചെയ്ത് ആ ക്യാവിറ്റിയുടെ ഷേപ്പ് അച്ചീവ് ചെയ്യാൻ മെറ്റീരിയൽ, അങ്ങനെ നമുക്ക് ഷേപ്പ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ബൾക്കായിട്ടുള്ള എല്ലാ വലിയ മോട്ടോഴ്സ്, എൻജിൻസ്, ഇതിൻ്റെ എല്ലാം ഔട്ടർ ഷെല്ല് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കാസ്റ്റിംഗ് എന്നുള്ള പ്രൊസീജിയർ കൊണ്ടാണ്. അപ്പോൾ കാസ്റ്റിംഗ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. സാൻഡ് കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന ഒരുപാട് ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് മെത്തേഡ്സുകളുണ്ട്. നമ്മൾ ഡീപ്പായിട്ടൊന്നിനും പോകുന്നില്ല, എല്ലാം ഒന്ന് ഏതൊക്കെയാണ് പ്രോസസ്സ് എന്ന് ക്ലാസിഫിക്കേഷൻ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കാസ്റ്റിംഗ് പ്രോസസ്സ്. ഈ ഫോമിംഗ് പ്രോസസ്സിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോമിംഗ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട്, അതായത് മെറ്റീരിയലിനെ ഒന്നും റിമൂവ് ചെയ്യാതെ തന്നെ മെറ്റീരിയലിനെ പല ഷേപ്പിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഫോമിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഫോമിംഗ് പ്രോസസ്സ് ഒരുപാട് ടൈപ്പുകളുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫോമിംഗ് പ്രോസസ്സിൽ ആദ്യത്തെ നമ്മൾ പറയുകയാണെങ്കിൽ റോളിംഗ് പ്രോസസ്സ് നമുക്ക് വിളിക്കാം. രണ്ടാമത് എക്സ്ട്രൂഷൻ പ്രോസസ്സ് നമുക്ക് വിളിക്കാം. മൂന്നാമത് ഫോർജിങ് പ്രോസസ്സ് എന്ന് നമുക്ക് വിളിക്കാം. ആൻഡ് ഡ്രോയിങ് പ്രോസസ്സ് എന്ന് വിളിക്കാം. ഇതിലേതിലും നമ്മൾ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ പ്രഷർ, ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ പ്രഷർ മാത്രം, ഇതിൻ്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയലിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പ്രോസസ്സുകളിലെല്ലാം മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ജോയിനിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷേപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞു. രണ്ടാമത് ഒരു മെറ്റീരിയലിനെ ആ മെറ്റീരിയൽ തന്നെ വെച്ച് നമുക്ക് പല ഷേപ്പുകൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഇനി ഇതുപോലെ ഡിഫറെൻറ്റ് ഷേപ്പുകൾ ഉണ്ടാക്കിയാൽ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമുക്ക് ജോയിനിങ് പ്രോസസ്സിൽ കാണാൻ പറ്റുക. ജോയിനിങ് പ്രോസസ്സിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് വെൽഡിങ് എന്ന് പറയുന്നത്. വെൽഡിങ് ഈസ് വൺ ഓഫ് ദ ജോയിനിങ് പ്രോസസ്സ്. ബ്രാസിങ് എന്ന് പറയുന്ന ഒരു ജോയിനിങ് പ്രോസസ്സാണ്. ആൻഡ് സോൾഡറിങ് എന്ന് പറയുന്നത് ജോയിനിങ് പ്രോസസ്സാണ്. വെൽഡിങ് നമുക്കറിയാം മെറ്റൽസിൽ ചെയ്യുന്നതാണ് വെൽഡിങ് പ്രോസസ്സ്. സോൾഡറിങ് പ്രോസസ്സ് നമുക്ക് കണ്ടിട്ടുണ്ട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക് ബോർഡുകളിൽ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾഡറിങ് പ്രോസസ്സാണ്. ഇതാണ് 3 പ്രോസസ്സ്. ഇനി അടുത്തത് മെഷീനിങ് പ്രോസസ്സ്. മെഷീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫിനിഷിങ് ചെയ്യാനും മെഷീനിങ് പ്രോസസ്സുകൾ യൂസ് ചെയ്യും. സം ഓഫ് ദ മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ടേണിങ് നമ്മൾ ചെയ്യുന്നത് ലേത്തിലാണ്. മില്ലിങ് ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൈൻഡിങ്ങും ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാനുഫാക്ചറിങ്. ഇനി നമുക്ക് അതിലുള്ള ഓരോ പ്രോസസ്സുകളും എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് വേണം. ബേസിക്കലി കാസ്റ്റിങ്ങിൻ്റെ ഒരു സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഡയഗ്രാമാണ് നമ്മൾ കാണുന്നത്. സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇവിടെ കാണുന്നതാണ് ക്യാവിറ്റി. നമുക്ക് വേണ്ട ഷേപ്പ് അച്ചീവ് ചെയ്യാനുള്ള ക്യാവിറ്റിയാണത്. അപ്പോൾ ഇത് എവിടെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്രെയിം സ്ട്രക്ചേഴ്സാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് കോപ്പ് ആൻഡ് ഡ്രാഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് രണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ഇതിനകത്ത് സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് വേണ്ട ഷേപ്പിലുള്ള ക്യാവിറ്റി ഇതിനകത്തുണ്ടാവും. ഓക്കെ, ആ ക്യാവിറ്റിയാണത്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണുന്ന പോറിംഗ് കപ്പിലൂടെ നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കും. ഈ മോൾട്ടൺ മെറ്റൽ ഈ റണ്ണറിലൂടെ കയറിയിട്ട് ഈ ക്യാവിറ്റിക്കകത്ത് ഫില്ലാവും. ഓക്കെ, ഈ ക്യാവിറ്റിക്കകത്ത് ഫില്ല. അപ്പോൾ ആ സമയത്ത് എയർ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ എയറിന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്യാസ് വെൻ്റ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതിനകത്ത് കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഫുള്ള് ഫില്ലായതിനു ശേഷം ഇതിനകത്ത് മുഴുവൻ ഫില്ലായതിനു ശേഷം പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ലെഫ്റ്റ് ചെയ്യും. ഇതിനെ കുറേ നേരം സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ചെയ്യും. അപ്പോൾ സോൾഡിഫൈ ചെയ്തതിന് ശേഷം ഈ കാണുന്ന കോപ്പ് ഡ്രാഗ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പതിയെ ഈ സാൻഡിനെ എല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും? നമുക്ക് വേണ്ട ഷേപ്പിലുള്ള മെറ്റീരിയൽ ഇവിടെ ആ ഷേപ്പിൽ തന്നെ അച്ചീവ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും. സോ അങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ സാൻഡ് കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ് ഉണ്ട്. കാസ്റ്റിംഗ് പ്രോസസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പാർട്ട് മുതൽ വളരെ ബൾക്കായിട്ടുള്ള പാർട്ട് വരയ്ക്കും, ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സർഫസ് ഉള്ള പാർട്ടുകൾ വരയ്ക്കും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ഉണ്ടാക്കുന്ന ആ ക്യാവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാറ്റേൺസ് ഉണ്ടാക്കണം. ആ പാറ്റേൺ ഉണ്ടാക്കുക, അതിനുള്ള കാര്യങ്ങളിലാണ് കുറച്ച് ഡിഫിക്കൽട്ട്. അപ്പോൾ ഇനീഷ്യലി ഒരു എഫേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കും. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പഴമയുള്ള ഒരു വൺ ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ എൻജിൻ പാർട്ടുകൾ മിക്കതും ചെയ്യുന്നത്, എൻജിൻ കേസ് നമ്മൾ ചെയ്യുന്നത് കാസ്റ്റിംഗ് പ്രോസസ്സിലാണ്. കാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്തതിൽ നമ്മൾ ഫോമിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. ഫോമിംഗ് പ്രോസസ്സിൽ പറഞ്ഞു ഏറ്റവും ആദ്യത്തെ ഫോമിംഗ് പ്രോസസ്സാണ് റോളിംഗ് എന്ന് പറഞ്ഞു. റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു വർക്കിനെ നമ്മൾ 2 റോളേഴ്സിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, മെറ്റീരിയലിൻ്റെ തിക്നെസ്സിനേലും ചെറിയ ഗ്യാപ്പുകളായിരിക്കും 2 റോള് തമ്മിൽ ഉണ്ടാവുക. മെറ്റീരിയലിൻ്റെ തിക്നെസ്സിനേലും ചെറുതായിരിക്കും ഈ ഗ്യാപ്പ്. അപ്പോൾ എന്ത് പറ്റും? ആ ചെറിയ ഗ്യാപ്പിലൂടെ മെറ്റീരിയൽ പാസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മെറ്റീരിയലിൻ്റെ തിക്നെസ് കുറയും. അപ്പോൾ അങ്ങനെ തിക്നെസ് കുറച്ചിട്ട് നമ്മൾ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുക? മൈക്രോ സ്ട്രക്ചർ ലെവല് ഒന്നുകൂടെ കംപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈതർ കംപ്രഷൻ ഓർ ടെൻസൈൽ ഫോഴ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയലിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോമിംഗ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സെറ്റപ്പിന്, ഇങ്ങനെ ചെയ്യുന്ന ഈ സെറ്റപ്പിനെ നമ്മൾ മിൽ എന്നാണ് വിളിക്കുക. ഓക്കെ, മില്ലിംഗ് എന്ന് വിളിക്കും. ഈ മില്ലുകൾ ഇതിന് ബേസ് ചെയ്തിട്ട്, അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ഈ റോളറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കുറച്ച് ടൈപ്പ് ഓഫ് മിൽസുകളുണ്ട്. ഒന്ന് ഇവിടെ ഉള്ളത് 2 ഹൈ മിൽസ്, 3 ഇതിന് 2 ഹൈ മിൽ എന്ന് വിളിക്കും, 3 ഹൈ മിൽ, 4 ഹൈ മിൽ ആൻഡ് ക്ലസ്റ്റർ മിൽ എന്നാണ് വിളിക്കുക. ഇവിടെ യൂസ് ചെയ്യുന്ന റോളറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മില്ലിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോമിങ്ങിൽ ആദ്യത്തെ റോളിംഗ് പ്രോസസ്സ്. ഇനി അടുത്തത് നമുക്ക് എക്സ്ട്രൂഷൻ പ്രോസസ്സിൽ കിടക്കാം. എക്സ്ട്രൂഷൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോൾട്ടൺ മെറ്റൽ, നമ്മൾ ഈ കാണുന്ന ഇതാണ് എക്സ്ട്രൂഷൻ്റെ ഒരു ഡയഗ്രാം. എക്സ്ട്രൂഷന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മോൾട്ടൺ മെറ്റലിനെ ഫില്ല് ചെയ്യും, ഈ സിലിണ്ടറിനകത്ത് ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു റാം യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമൽ നമ്മുടെ സിറിഞ്ച് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് പോലെ തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് അതിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ റാം പ്രഷർ കൊടുക്കും. റാമെന്ന് ഓക്കെ, പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മോൾട്ടൺ മെറ്റൽ ഫോഴ്സ് ചെയ്യും ഈ കാണുന്ന ചെറിയ പാർട്ടിലൂടെ പുറത്തു പോകാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു ഡൈ ആണ്, ഡൈയിലൊരു ഷേപ്പ് ഉണ്ട്, ഈ ഷേപ്പിൽ തന്നെ പുറത്തോട്ട് മോൾട്ടൺ മെറ്റൽ പാസ് ചെയ്യും. അപ്പോൾ പുറത്ത് വരുന്ന മോൾട്ടൺ മെറ്റലിനെ ഉടനെ തന്നെ സോൾഡിഫൈ ചെയ്യാനുള്ള സിസ്റ്റം എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുറത്ത് വരുന്ന മെറ്റലിനെ ഉടനെ സോൾഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ഷേപ്പിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കാണുന്ന റോഡുകൾ, മെറ്റൽ റോഡുകളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ടൈപ്പ് മെത്തേഡിലാണ്. സിമിലർലി എക്സ്ട്രൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഫോർജിങ് എന്നുള്ള പ്രോസസ്സാണ്. ഫോർജിങ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റലിനെ ഹീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെമി ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യും, ഹെവി ഫോഴ്സ് അപ്ലൈ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണാം, ഇവിടെ ഒരു പഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്. ഈ വർക്ക് പീസ് വെച്ചിരിക്കുന്ന ഒരു ഡൈയുടെ മുകളിലാണ്. അപ്പോൾ ഈ ഡൈയുടെ ഷേപ്പിൽ തന്നെയാണ്, അതിൻ്റെ അപ്പർ ഷേപ്പിലായിരിക്കും ഇവിടെ മുകളിലുള്ള പഞ്ചുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിലേക്ക് ആര് മാറും? വർക്ക് പീസ് മാറും. ഈ വർക്ക് പീസ് ആ ഷേപ്പ് അച്ചീവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫോഴ്സ് കൊടുക്കും തോറും എന്ത് സംഭവിക്കും? ഈ വർക്ക് പീസ് ആ ഷേപ്പിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഇതിന് ഫോർജിങ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞു വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി വെരി ഹൈ ആയിരിക്കും. ഈ ഫോർജിങ് ഓപ്പറേഷൻ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് എപ്പോഴും വേണ്ടതെന്ന് പറയുന്നത് ഹെവി പഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് പണ്ടെല്ലാം മാനുവലിയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വളരെ കുറച്ച് മുമ്പ് കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത്രയാണ് ഫോർജിങ്ങിൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് ജോയിനിങ് പ്രോസസ്സാണ്. ജോയിനിങ് പ്രോസസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞത് വെൽഡിങ് എന്നാണ്. വെൽഡിങ് നമുക്ക് 2 ടൈപ്പ് ഓഫ് വെൽഡിങ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് വെൽഡിങ് ആണ്. 2 ടൈപ്പ്, ഒന്ന് ഫ്യൂഷൻ വെൽഡിങ്, 2 സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്. എന്താണ് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ ഒരു ഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും. അതായത് മെറ്റലിനെ നമുക്ക് ഏത് മെറ്റീരിയലിനെയാണോ വെൽഡ് ചെയ്യേണ്ട ആ മെറ്റീരിയലിനെ വെൽഡ് ചെയ്യേണ്ട ഏരിയ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഫില്ലർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂഷൻ വെൽഡിങ് ചെയ്യുന്നതെങ്കിൽ, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൽറ്റ് ചെയ്യുന്നില്ല, മറിച്ച് അതർ മീൻസ് പ്രഷർ പോലുള്ള അതർ മീൻസ് ഫ്രിക്ഷൻസ് പോലുള്ള അതർ മീൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നതാണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഫ്യൂഷൻ വെൽഡിംഗ് നമ്മൾ എഗെയിൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫ്യൂഷൻ വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, ലേസർ ബീം വെൽഡിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂഷൻ വെൽഡിങ്ങിൽ വരുന്നത്. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്താണ് നമുക്കറിയാം. നിങ്ങൾ നമ്മുടെ മോസ്റ്റ്ലി റെസിസ്റ്റൻസ് വെൽഡിംഗ് നമ്മളെല്ലാം നമ്മുടെ വാഹനങ്ങളിലെല്ലാം മോസ്റ്റ്ലി സ്പോട്ട് വെൽഡിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ മെത്തേഡിലാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമ്മൾ ഒരു 2 മെറ്റീരിയലുണ്ട്. 2 മെറ്റീരിയലിനെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെന്നും ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത് രണ്ടും കൂടെ ടച്ച് ചെയ്തിട്ടുള്ള ഏരിയ ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലിന്റെ റെസിസ്റ്റൻസ് കാരണം ഈ പോയിന്റ് മെൽറ്റായി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നു. ഇനി ആർക്ക് വെൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലർ മെറ്റീരിയലായിട്ട് ഇലക്ട്രോഡ്സിന് യൂസ് ചെയ്തിട്ട് നമ്മൾ ആർക്ക് ഫോം ചെയ്യുന്നു. അപ്പോൾ മെറ്റീരിയലിന്റെ സർഫസിൽ നമ്മൾ ഫില്ലർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആർക്ക് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ ഈ ഏരിയയിൽ ഫോം ചെയ്യും. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആവുന്ന ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യുന്ന മെറ്റീരിയലിനെ ഇവിടെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ വെൽഡിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഫ്യൂൽ വെൽഡിംഗ് എന്നാണ് വിളിക്കുക. യൂസ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ബേണിംഗ് സംഭവിക്കും. ആ ബേണിംഗ് മെറ്റീരിയലിന്റെ സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർഫസ് മെൽറ്റ് ആവും. ആ മെൽറ്റ് ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ അവിടെ മെറ്റീരിയലിനെ കീപ്പ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ആ മെത്തേഡ്. ഇനി ലേസർ ബീം മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ ആക്ഷൻ യൂസ് ചെയ്തിട്ടില്ല. എന്താണ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അത് ഹൈലി മോണോക്രോമാറ്റിക് ആണ്. ചെറിയ ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള എനർജി നമുക്ക് ഈ ലേസറിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ലേസറിൽ യൂസ് ചെയ്തിട്ട് കൺട്രോൾഡ് ലെവലിൽ നമ്മൾ മെൽറ്റ് ചെയ്യും. അപ്പോൾ ആ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയലിന് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലേസർ ബീം മെഷീൻ. ക്ഷമിക്കണം, ലേസർ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോളിഡ് സ്റ്റേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ കേട്ട് കാണും 2 റോഡുകളെ ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു ലിമിറ്റ് പ്രഷറിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിൽ നമുക്ക് ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റ് ജനറേറ്റ് ആവുന്നതിൽ 2 വർക്ക് പീസും കൂടെ ജോയിൻ ചെയ്യാണ്. ഇതാണ് വൺ ഓഫ് ദ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ വരിക. വേറൊരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പീസിൻ്റെ സർഫസിൽ നമ്മൾ വേറൊരു മെറ്റീരിയൽ കൊടുന്നിട്ട് ഫ്രിക്ഷൻ ഫോം ചെയ്യും. അതായത് ഇവിടെ മൂവ് ചെയ്യും, ടച്ച് ചെയ്തിട്ട് മൂവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ എന്താ സംഭവിക്കുക? ഈ ഏരിയയിൽ ഫ്രിക്ഷൻ ഫോം ചെയ്യും. ഫ്രിക്ഷൻ കാരണം അവിടെ ഹൈ ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കാരണം സർഫസ് മെൽട്ടായിട്ട് നമുക്ക് മെറ്റീരിയൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിന് 2-3 ടൈപ്പ്. ഇതിൽ ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് എന്നെല്ലാം വിളിക്കും ഇതിനെ. ഇതാണ് ബ്രോഡായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ജോയിൻസുകൾ. ബഡ് ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, ടീ ജോയിൻറ്റ്, എഡ്ജ് ജോയിൻറ്റ്. അതുപോലെ ഫില്ലറ്റ് ചെയ്യുന്നത് ടൈപ്സുകളാണ് ഇതൊക്കെ. ഓക്കെ, നമ്മൾ മെഷീനിങ് പ്രോസസ്സാണ്.
മെഷീനിങ് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോസസ്സുകളുണ്ട്. ടേണിംഗ് എന്ന് പറഞ്ഞു. ടേണിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു വർക്ക് പീസിന്റെ, ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് പീസിൽ നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ ടൂൾ യൂസ് ചെയ്തിട്ട് പല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പലതരം ടൂളുകളുണ്ട്. നമുക്ക് ടേണിംഗ് ടൂളുണ്ട്, പാർട്ടിംഗ് ടൂളുണ്ട്, ത്രെഡിംഗ് ടൂളുണ്ട്, ഡ്രില്ലിംഗ്, ഗ്രൂവിങ് തുടങ്ങിയിട്ടുള്ള ടൂളുകളൊക്കെ നമുക്ക് ലേത്തിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യും. ടേണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡിങ് നമ്മൾ ചെയ്യും. ഗ്രൈൻഡിങ് ഈസ് എ കൈൻഡ് ഓഫ് ഫിനിഷിംഗ് ഓപ്പറേഷൻ. നമ്മൾ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ഉണ്ട്, സർഫസ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഗ്രൈൻഡിങ്ങും ഒരുപാട് ടൈപ്പുകളുണ്ട് ഓപ്പറേഷൻസിൽ. പിന്നെ മില്ലിംഗ് ഓപ്പറേഷനാണ്. നമ്മൾ വെർട്ടിക്കൽ മില്ലിംഗ് ഉണ്ട്, ഗിയർ മില്ലിംഗ് ഉണ്ട്. മില്ലിങ്ങിലും ഒരുപാട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ മെഷീനിങ് പ്രോസസ്സ് സ്ഥിരം ചെയ്യുന്നത് ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടും, വേറൊന്ന് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടും, വേറെ കട്ടിങ്ങിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ മെഷീനിങ് പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്രോഡായിട്ട് നമ്മൾ ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന മെത്തേഡ്സ്.